പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹിലാമുദ്ദീൻ ബിൻ സുലൈമാൻ. ഇന്ന് അജ്മീർ ചന്തയുടെ നമ്മുടെ മാർക്കറ്റ് രീതി, ഇവിടെ എങ്ങനെയാണ് ആടുകൾ വാങ്ങുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു പഠനം. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ ആടുകളുണ്ടാവും. ഇവിടെ ഇതിൻ്റെ ഓരോ ഷെഡിനും ഓരോ ആളുകളുണ്ടാവും. ഈ ആളുകളാണ് ഇവിടെ കച്ചവടം ഉറപ്പിക്കുന്നത്. അതായത് ഇത് ആട് വിൽക്കാനുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവരും. ഇവരേൽ ഓരോ ഷെഡിലുള്ള ആടുകളേൽ അവരുടെ ബന്ധം വെച്ച് ഏൽപ്പിക്കും. അങ്ങനെ ബന്ധം വെച്ച് ഏൽപ്പിച്ച് ഈ ആടുകളെ വിറ്റ് കൊടുക്കുന്ന ബാധ്യതയാണ് ഇവിടെ ഉള്ള ആളുകൾക്കുള്ളത്. അത് ദല്ലാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആട് ഇപ്പോൾ പറഞ്ഞു കേട്ടതിൽ 1 ലക്ഷം രൂപയുടെ ആട് വിൽക്കുമ്പോൾ ഇവർക്ക് ദല്ലാൾ എന്ന രീതിയിൽ അവർക്ക് 5000 രൂപയാണ് എന്നാണ് പറഞ്ഞ് കേൾവി. നമുക്കിവിടെ ആട് കൊണ്ട് വിൽക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് അതുപോലെ വാങ്ങുന്ന ആളുകൾ ഇവർക്ക് എന്ത് ചെയ്യണം, കമ്മീഷൻ കൊടുക്കേണ്ടതില്ല. അതുപോലെ ആട് വാങ്ങാൻ വേണ്ടി വരുന്ന വണ്ടികൾക്ക് വരുന്ന ആട് വണ്ടിക്ക് 100 രൂപ വെച്ച് കൊടുക്കും. അഷ്കർ കച്ചവടമെല്ലാം ചെയ്ത് തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓരോ ആടുകൾ ഓരോ വിലയാണ് ഇവിടെ ചന്തയിലുള്ളത്. ഇത് വലിയ ആടുകൾ, നമുക്ക് എല്ല് കൂടിയ ആടുകൾ, അതായത് ഉണക്ക ആടുകൾ ഒരു വില, നല്ല കൊഴുത്ത ആടുകൾ ഒരു വില, അങ്ങനെയുണ്ട്. ഇവിടെ വില കുറവുകളൊന്നുമില്ല. ഏറ്റവും നല്ല വില ഉള്ളത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുട്ടികൾക്കാണ് നല്ല വില വരുന്നത്. ഈ ആടുകളെയാണ് യൂട്യൂബുകാർ 250 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്നും ആളുകളെ വിളിക്കുന്നത്. ഇവിടെ മാർക്കറ്റിൽ തന്നെ 350 രൂപ നമ്മുടെ മീറ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ ലൈവ് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ കുട്ടിക്ക് 350 രൂപയ്ക്ക് മേലെ വില വരുന്ന കുട്ടികൾ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. 250 രൂപയ്ക്കാണ് അവർ പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വലിയ ആടുകൾ വില കുറവാണ്. നമുക്കിവിടെ എല്ലാം തൂക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 280 രൂപ എന്ന രീതിയിലാവും. മുമ്പെല്ലാം ഇത് നമുക്ക് 160 രൂപ 180 രൂപ വിലയായിരുന്നു. ഇപ്പോൾ പൊതുവേ എല്ലായിടത്തും മാർക്കറ്റ് കൂടിയതിന് ശേഷം വില കൂടുതലാണ്. ഇപ്പോൾ ഓരോ ഷെഡുകളുണ്ട്. ഈ അജ്മീർ 40, 39, 22 അങ്ങറ്റം വരെ ഉണ്ട്. ഇപ്പോൾ ആടുകളൊന്നുമില്ല, കുറവാണ്, വളരെ കുറവ്. മഴ സമയമാകുമ്പോഴേക്കും ഇവിടെ മാർക്കറ്റിൽ അജ്മീർ മാർക്കറ്റാണ് അതായത് ഏറ്റവും നല്ല ആടുകൾ, നല്ല ഗ്ലേസിങ്ങുള്ള ഗ്രോത്തുള്ള. ബാക്കിയുള്ളതെല്ലാം ഈ വരുന്നത് കരോളിയുടെ, അതുപോലെ സലവാടിയുടെ ഇതുപോലുള്ള രോമങ്ങളുള്ള ആടുകളാണ് വരുന്നത്. മറ്റ് ചന്തകൾ ഇതുപോലുള്ള ആടുകൾ വരും. പക്ഷേ ഇവിടെയാണ് ഇതുപോലെ നല്ല ആടുകൾ വരുന്നത്. പക്ഷേ അതിൻ്റേതായ റേറ്റും ഇവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന മാർക്കറ്റ് ഇതാണ്. ഈ രാവിലെ 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങി ആടിൻ്റെ ചന്ത ഏതാണ്ട് 8 മണി 9 മണി വരെയെല്ലാം ആടിൻ്റെ ചന്ത ഉണ്ടാവും. ഇപ്പോൾ ഈ മഴ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആടുകളിങ്ങനെ ഉണങ്ങി നിൽക്കുന്നു. ഇല്ലെങ്കിൽ നല്ല ഗ്രോത്തിൽ ആടുകളുണ്ടാവും. അപ്പോൾ ഇതാണ് പൊതുവേ മാർക്കറ്റ്. ഇനി എന്തെങ്കിലുമെല്ലാം സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നത് അന്വേഷിച്ച് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ.